ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ വാവാ റോയി, വാവാസ് കുസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു മൂപ്പിച്ച നെയ്മീൻ കറിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ പച്ചക്കറി വെച്ചിട്ടുണ്ട് അല്ലേ, മാങ്ങ ഇട്ട് കറി വെച്ചിട്ടുണ്ട്, മുളക് അരച്ച് കറി വെച്ചിട്ടുണ്ട്. മൂപ്പിച്ച മീൻകറി എങ്ങനെ വെക്കാമെന്ന് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ മൂപ്പിച്ച മീൻകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു മുറി തേങ്ങയുണ്ട്, ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈ തേങ്ങ 3/4 ഭാഗവും മൂത്തു. ഇനി അതിനകത്തോട്ട് ഈ മുളക്, മല്ലി, മഞ്ഞൾ ഇതും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ തീയിലിട്ട് ഈ മുളകും മല്ലിയും മഞ്ഞളും കൂടെ ആ തേങ്ങയുടെ ഒപ്പം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മസാല മൂത്തു, മിക്സിയിലൊന്ന് അരച്ചുകൊണ്ട് വരാം. വെളിച്ചെണ്ണ ചൂടായി അതിനകത്തോട്ട് നമുക്ക് ഈ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി അതിനകത്തോട്ട് ചെറിയ ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത് നമുക്ക് ഓരോന്നിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. അത് മൂത്ത് തുടങ്ങി. ഞാൻ അതിനകത്തോട്ട് 1 സ്പൂൺ ഇഞ്ചിയുടെ പൗഡർ ഇട്ട് കൊടുക്കാം, 1 സ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് മുരിച്ചെടുക്കാം. ആ ഇഞ്ചിയും അതെല്ലാം ഒരുപോലെ മൂത്തു. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. ഈ ജാറ് കഴുകി അല്പം വെള്ളം കൂടെ ഇട്ട് കൊടുക്കണേ. ആവശ്യത്തിന് ഉപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് കുടംപുളി ഇട്ട് കൊടുക്കാം. ഇത് 1/2 കിലോ നെയ്മീന. ഇത് നമുക്ക് അരപ്പിനകത്തോട്ട് പറക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, ഇതെല്ലാം കൂടെ വൃത്തിയായിട്ട് ഇളക്കി നമുക്കിതൊന്ന് പറ്റിച്ചെടുക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത് ചെറിയ തീ കിടന്നൊന്ന് പറ്റി വരട്ടെ. ഇത് തുറക്കാം. നമ്മുടെ മൂപ്പിച്ച മീൻ കറി റെഡി. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് ഒരല്പം കൂടെ താളിച്ചൊഴിക്കാം. ഇപ്പം തേങ്ങയൊക്കെ ഒത്തിരി വറുത്തതും അരച്ചതും പിന്നെ നമ്മൾ ആദ്യം കടുക് വറുത്തതൊക്കെ ചെയ്തില്ലേ, അതുകൊണ്ട് ഞാൻ വീണ്ടും താളിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു വട്ടം കൂടെ താളിച്ചെടുക്കാം. മൂപ്പിച്ച നെയ്മീൻ കറി.